അപ്പോൾ എല്ലാവർക്കും പാർട്ട് 80 വീഡിയോയിലോട്ട് സ്വാഗതം. ഇതുവരെയുള്ള എല്ലാ വീഡിയോസും 1 മുതൽ 79 വരെയുള്ള എല്ലാ വീഡിയോസും കാണുക. ഓരോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഫീൽ കിട്ടും. ഓക്കെ, എല്ലാ വീഡിയോസും ചാനലിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് ഒരുമിച്ച് എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പുതിയ കാര്യമാണ് പഠിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതെന്നുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്ലാരിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ, ഓരോ വീഡിയോസിൽ നമ്മൾ ഓരോരോ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിന് ഈക്വലായിട്ടുള്ള ഇംഗ്ലീഷ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഞാനത് ചെയ്യാൻ പോവുകയാണ് അല്ലേ, ഇല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ പോവുകയായിരുന്നു. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസൊക്കെ വരാറുണ്ട്. അവൻ ആ ലെറ്റർ അയക്കാൻ പോവുകയായിരുന്നു, അല്ലെങ്കിൽ അവൻ ആ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവുകയാണ്, അത് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു സംഭവം നമ്മളിതിനെ പഠിച്ചിട്ടില്ല, പക്ഷേ സിമ്പിളായതുകൊണ്ട് നിങ്ങൾക്ക് കുറേ പേർക്ക് ഐഡിയ ഉണ്ടാവും. പക്ഷേ നമുക്കൊന്നും കൂടി ഒന്ന് ക്ലാരിറ്റിയിൽ ഒന്ന് നോക്കാം, കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സിറ്റുവേഷനിൽ എപ്പോഴൊക്കെയാണ് ഇതൊക്കെ വന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സെൻറ്റൻസ് നമുക്ക് നോക്കാം, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ സംഭവം. ഇതാണ് ഐ എം ഗോയിങ് ടു സ്റ്റഡി. ഐ എം ഗോയിങ് ടു സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഐ എം ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഐ എം ഗോയിങ് എന്നുള്ളത്. അതായത് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഐ എം ഗോയിങ് ടു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോവുകയാണ് എന്നാണ് അർത്ഥം, ഗോയിങ് ടു സ്റ്റഡി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യാൻ പോവുകയാണെന്നുള്ള ടോണിൽ നമുക്ക് ഐ എം ഗോയിങ് ടു സ്റ്റഡി എന്നുള്ള രീതിയിൽ പറയാം. അതുപോലെ ഹീ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ദ വർക്ക്, അവൻ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, അങ്ങനത്തെ രീതിയിൽ പറയാം. അപ്പോൾ ആ മോഡലിൽ തന്നെ നമുക്ക് ഹി വാസ് ഗോയിങ് ടു ക്ലോസ് ദ ഡോർ, അവൻ ആ ഡോർ അടക്കാൻ പോവുകയായിരുന്നു, അങ്ങനെയും പറയാം. മനസ്സിലായോ? അതായത് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള പോലെ തന്നെ നമ്മൾ പറയാം അവനത് ഞങ്ങളവിടെ എത്തിയപ്പോൾ അവനത് അടക്കാൻ പോവുകയായിരുന്നു, ആ രീതിയിൽ പറയില്ലേ. അവിടെയും ചെയ്യാൻ പോവുകയായിരുന്നു എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ അവിടെ എന്ത് പറയും? ഐ ആം എന്നുള്ളതിന് പകരം ഐ വാസ്, ചെയ്യാൻ പോവുകയായിരുന്നു എന്നുള്ള മീനിങ്ങിൽ. അപ്പോൾ ഹി വാസ് ഗോയിങ് ടു ക്ലോസ് ദി ഡോർ അല്ലേ, അങ്ങനെ നമുക്ക് പറയാം. അതുപോലെ വി വർ ഗോയിങ് ടു ഓർഡർ പിസ്സ, ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്യാൻ പോവുകയായിരുന്നു, അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ്. അതുപോലെ ദേ ആർ ഗോയിങ് ടു വാച്ച് ദ മൂവി, അവർ സിനിമ കാണാനായിട്ട് പോവുകയാണ്. ഇത്ര ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. ശരി, അതുപോലെ തന്നെ ഈ സെയിം സംഭവം തന്നെ നമുക്ക് വേറൊരു രീതിയിലും കൂടി പറയാം, അതും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഐ ആം എബൌട്ട് ടു ലീവ് ദ ഓഫീസ്. എങ്ങനെ? ഐ ആം എബൌട്ട് ടു ലീവ് ദ ഓഫീസ്. ഐ ആം എബൌട്ട് ടു ലീവ് ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഐ ആം ഗോയിങ് ടു ലീവ് ദ ഓഫീസ്, ഞാൻ ഓഫീസിൽ നിന്ന് പോകാൻ പോവുകയാണെന്നുള്ള സെയിം മീനിങ് തന്നെയാണ്. അവിടെ എബൌട്ട് ടു എന്നുള്ളൊരു സംഭവം ഗോയിങ് ടു എന്നുള്ള രീതിയിൽ ഈക്വലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെയും കുറേ സംഭവങ്ങളുണ്ട്. നമ്മളിപ്പോൾ എബൌട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചങ്ങനെ എബൌട്ട് എന്ന് പറയുമ്പോൾ അതിനെ പറ്റി എന്നുള്ളതാണല്ലോ. വാട്ട് അബൌട്ട് യു, നിങ്ങളെ പറ്റി എന്താ പറയുന്നത്, അല്ലെങ്കിൽ വാട്ട് യു നോ അബൌട്ട് ഹിം, അതായത് അവനെ പറ്റി അവനെക്കുറിച്ച് എന്നുള്ളതാണ് നമ്മൾ എബൌട്ട് എന്ന് കേട്ടേക്കുന്നത്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ദേ ആർ ഗോയിങ് ടു വാച്ച് ദ മൂവി എന്ന് പറഞ്ഞാൽ ദേ ആർ അബൌട്ട് ടു വാച്ച് ദ മൂവി എന്നുള്ള രീതിയിൽ പറയാം, അത് ചെയ്യാൻ പോവുകയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അത് അങ്ങനെ പഠിച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ അതിന് കൊടുത്തുള്ളൂ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അവനെക്കുറിച്ച് അവനെ പറ്റി എന്നുള്ള മീനിങ് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ അല്ലേ. അപ്പോൾ ദേ ആർ ഗോയിങ് ടു വാച്ച് ദ മൂവി എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ദേ ആർ അബൌട്ട് ടു വാച്ച് ദ മൂവി എന്നുള്ള രീതിയിൽ പറയാം. രണ്ടിൻ്റെ അർത്ഥം എന്താ? ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വി ആർ അബൌട്ട് ടു ലീവ് ദ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓഫീസിൽ നിന്ന് പോകാൻ പോവുകയായിരുന്നു, ആ രീതിയിൽ പറയാം. മനസ്സിലാണല്ലോ. ഐ വാസ് അബൌട്ട് ടു കോൾ യു, ഞാൻ നിങ്ങളെ വിളിക്കാനായിട്ട് പോവുകയായിരുന്നു, അപ്പോൾ ആ രീതിയിൽ പറയാം. അതുപോലെ ഹി വാസ് അബൌട്ട് ടു സൈൻ ദ കോൺട്രാക്ട്, അവൻ ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനായിട്ട് പോവുകയായിരുന്നു. ഓക്കെ അല്ലേ, ഇത്രയും ക്ലിയർ അല്ലേ? സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു മോഡൽ തന്നെ നമുക്ക് വേറെ രീതിയിലും പറയാം. അത് നിങ്ങൾ ചില ഇംഗ്ലീഷ് മൂവീസിലും ഇംഗ്ലീഷ് ചാനൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. സംഭവം വേറെ ഒന്നുമല്ല, ഐ വാസ് ഗോന കോൾ യു. എങ്ങനെ? ഐ വാസ് ഗോന കോൾ യു. ഇവിടെ ഗോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗോയിങ് ടു എന്ന് തന്നെയാണ് അർത്ഥം. ഗോയിങ് ടുവിൻ്റെ ഷോർട്ടായിട്ടുള്ള ഈ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ കൂടുതലായിട്ട്, എസ്പെഷ്യലി എനിക്ക് തോന്നുന്ന ഫോറിനേഴ്സൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. മനസ്സിലാവണം. അപ്പോൾ ഐ വാസ് ഗോയിങ് ടു കോൾ യു എന്നുള്ളത് പോലെ തന്നെ ഐ വാസ് ഗോന കോൾ യു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പോൾ ഹീ ഈസ് ഗോണ സ്റ്റാർട്ട് ദ വർക്ക്. അപ്പോൾ ആ ഒരു സ്റ്റൈലാണത്. അപ്പോൾ പഠിച്ചിരിക്കുക മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഗോയിങ് ടു എന്നുള്ളതാണ് അർത്ഥം. ഹീ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ദ വർക്ക്. ഷി വാസ് ഗോയിങ് ടു സേ സംതിങ് എന്ന് പറയുന്ന പോലെ തന്നെ ഷി വാസ് ഗോന സേ സംതിങ്, അതായത് ഗോയിങ് ടു അതിൻ്റെ ഈക്വലാണ് ഗോന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി സ്പോക്കൺ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഷി വാസ് ഗോന സേ സംതിങ്. ഇവിടെ ഒരു ചെറിയൊരു സംഭവം കൂടി പറഞ്ഞു തരാം. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാതെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ആൾക്ക് കാര്യം മനസ്സിലാവും. പക്ഷേ നമ്മളെപ്പോഴും ആ രീതിയിൽ പോകുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഐ ആം ഗോന ലണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്കൊന്നും തോന്നില്ലായിരിക്കാം. പക്ഷേ ഗോന ഉപയോഗിക്കുമ്പോൾ ഒരു ആക്ഷൻ അവിടെ ഉണ്ടാവണമെന്നുള്ളതാണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി അവിടെ ഉണ്ടാവണമെന്നുള്ളതാണ്. അപ്പോൾ ഐ ആം ഗോന ലണ്ടൻ എന്നുള്ളത് പറയുന്നതിന് പകരം ഐ ആം ഗോന വിസിറ്റ് ലണ്ടൻ എന്ന് പറയാം. കാരണം അവിടെ വിസിറ്റ് വരുമ്പോൾ ഒരു ആക്ഷനാണ്, പ്രവൃത്തി, ആ ഒരു ഇത്.
മറ്റേത് ഈ പറഞ്ഞ പോലെ ഉപയോഗിച്ചെന്ന് പറഞ്ഞൊന്നും ആരൊന്നും പറയാനൊന്നും പോകുന്നില്ല, കാര്യം മനസ്സിലാകുകയും ചെയ്യും. പക്ഷേ ശരിയായ രീതിയിൽ പറയുന്നത് ഐ എം ഗോണ വിസിറ്റ് ലണ്ടൻ എന്നാണ്. ഇൻസ്റ്റഡ് ഐ എം ഗോയിങ് ടു ലണ്ടൻ എന്ന് പറയുന്നതിന് പകരം ഐ എം ഗോണ വിസിറ്റ് ലണ്ടൻ, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്നാണ് ഇംഗ്ലീഷുകാർ പറയുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി അതേപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാ നാട്ടിലും എല്ലാ ലാംഗ്വേജിലും ഓരോ കീഴ്വഴക്കങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അതിനെ മാനിക്കുക, അത് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു സംഭവം മനസ്സിലായില്ലേ? സിമ്പിളായിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഐ ആം ഗോയിങ് ടു സ്റ്റഡി, ഹി വാസ് ഗോയിങ് ടു സ്റ്റഡി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പോവുകയായിരുന്നു ആ ഒരു മീനിങ്ങിലാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ഐ ആം അബൌട്ട് ടു, ഹീസ് അബൌട്ട് ടു ചെയ്യാൻ പോവുകയാണെന്നുള്ളത് അങ്ങനെയും പറയാം. അതുപോലെ തന്നെ ഐ വാസ് ഗോണ കോൾ യു, ഞാൻ നിന്നെ വിളിക്കാൻ പോവുകയായിരുന്നു. ഗോണ എന്നുള്ള ഉപയോഗിച്ചിട്ടും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലാണോ? അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.